സ്റ്റീഫൻ അറിയിച്ചത് അവിടെ അപ്രഖ്യാപിത സ്റ്റീഫൻ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഒരു സാഹചര്യമാണോ സ്റ്റീഫൻ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതെ, ഇവിടെ എല്ലാം ഒരു അടിയന്തരാവസ്ഥ പോലെ തന്നെയാണ് ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എല്ലാം അതായത് ഓഫീസുകളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ബാക്കിയെല്ലാം ഏകദേശം താൽക്കാലികമായി നിർത്തലാക്കിയിട്ടുണ്ട്. IDF-ന്റെ ഇത് വന്നിട്ടുണ്ട്. രാവിലെ തന്നെ അതിന്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താ അവർ അറിയിച്ചിരിക്കുന്നത്? എന്താണ്? പബ്ലിക് ഗ്യാതറിംഗ് പാടില്ല, പിന്നെ പൊതുസ്ഥലങ്ങളിൽ അത്യാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. സ്കൂളെല്ലാം അടച്ചിരിക്കുകയാണ്. ഇന്ന് പ്രവർത്തി ദിവസമായിരുന്നു അല്ലേ? അതെ, ഇന്ന് വർക്കിംഗ് ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കാര്യം ഇന്നലെ ഇവരുടെ ഇതായിരുന്നല്ലോ, ഷബാത്ത് ഹോളിഡേ ആയിരുന്നു. ഇന്ന് വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ആവേണ്ടതായിരുന്നു. അപ്പൊ ഇന്നെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സ്കൂളുകളും ഓഫീസുകളും അവധിയാണോ? അതെ, സ്കൂളുകളും ഓഫീസും എല്ലാം അവധിയാണ്. അതായത് ജനങ്ങൾക്ക് തൽക്കാലത്തേക്ക് ആരും പുറത്തിറങ്ങേണ്ട എന്നുള്ള നിർദ്ദേശമാണ് പൂർണ്ണമായും അല്ലേ? അതെ അതെ. അപ്പൊ എവിടെയാണ് സ്റ്റീഫൻ നിങ്ങൾ കഴിയുന്നത്? ഞാനിപ്പോ എന്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ ബങ്കറൊക്കെ ഉണ്ടോ? ഇന്നലെ അടുത്ത് ബങ്കറുണ്ട്. ഇന്നലെ 3 മണിക്ക് വെളുപ്പിന് 3 മണിക്ക് ഇവിടെ അലാറം കേട്ടിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേനും ഇവിടെ ആൾക്കാരെല്ലാം ബങ്കറിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ബങ്കറുകളിൽ കഴിയുക എന്ന് പറഞ്ഞാൽ ദീർഘനാളെ കഴിയേണ്ടി വന്നാൽ അതിനാവശ്യമായ സംവിധാനമൊക്കെ വേണ്ടി വരുമല്ലോ? അതെ അതെ. അല്ല, നമുക്ക് മുൻപേ ഇത് സംഭവം ഇൻസിഡന്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് ബംഗറിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഈ നമ്മൾ ഈ ദൃശ്യങ്ങൾ പറഞ്ഞോളൂ. ഒരു 60% വീടുകളിൽ ബിൽറ്റിനായിട്ട് തന്നെ ബങ്കേഴ്സ് ഉണ്ടാവും. അല്ലാതെ തന്നെ ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലങ്ങളിലും പാർക്കുകളിലും നമുക്ക് തൊട്ടടുത്തൊക്കെ പബ്ലിക് ബങ്കറുകളും ഉണ്ട്. ഈ വലിയ ആക്രമണമാണ്, ബലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ഈ പലസ്തീൻ ആക്രമണ സമയത്ത് പോലും ബലിസ്റ്റിക് മിസൈലുകളുടെ ഒരു ഭീതി ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ല. ഡ്രോണുകളുടെ ആക്രമണമായിരുന്നു. ഈ ബലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് അയൺഡോം സംവിധാനത്തെ പോലും പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്, അതിനെപ്പോലും തകർക്കുന്നു എന്നുള്ളതാണ്. അയൺഡോം സംവിധാനം തകർത്തുകൊണ്ട് പല മേഖലകളിലും പതിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതെ, രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മള് ഗാസയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നതിനെക്കാട്ടിയും വളരെ ശക്തമായ രീതിയിലുള്ള ആണ് ബാലിസ്റ്റിക് മിസൈൽ. കാര്യം ബാലിസ്റ്റിക് മിസൈൽ വരുമ്പോഴത്തേന് അയൺ ഡോമിന് ചില സാഹചര്യങ്ങളിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാഷ്വാലിറ്റി ഇന്നലെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ ഈ ടെല്ലവീവിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ തകർന്ന് തരിപ്പണമായതായി കാണാം, വാഹനങ്ങളൊക്കെ തകർന്ന് കിടക്കുന്നതായി കാണാം. പക്ഷെ കാഷ്വാലിറ്റീസ് കുറയുന്നത് ഈ ആളുകൾ ബങ്കറുകളെ ആശ്രയിക്കുന്നുണ്ടാവും അല്ലേ? അതെ അതെ. ഞാൻ ഇന്നലെ നേരിട്ട് കണ്ട സംഭവമാണ്. കാര്യം എന്റെ ഈ 5 വർഷത്തിന് മേളിലായി, പക്ഷെ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് ബങ്കറിലേക്ക് പോകുന്നത് ഞാൻ ഇന്നലെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം കാഷ്വാലിറ്റി കുറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. കാര്യം ഇന്നലെ ഇപ്പോഴും സൈറൻ അടിക്കുന്നുണ്ട്. എനിക്ക് എന്റെ മൊബൈലിനകത്ത് IDF-ന്റെ ഇത് വരുന്നുണ്ട്, എവിടെയൊക്കെയാണ് ഇത് ഡ്രോൺ വരുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് കൃത്യമായി തന്നെ അവർ അറിയിക്കും അല്ലേ? അതെ, എനിക്കിപ്പോഴും നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് എന്റെ മൊബൈലിനകത്ത് അത് വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്. അതിന്റെ പ്ലേസ് കാണിക്കും. എന്തായാലും 3 മണി തൊട്ട് ഇപ്പം വരെയും ഡ്രോണിന്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കാണ് ശക്തമായ ബാലിസ്റ്റിക് ആക്രമണം ഉണ്ടായത്. ഈ ബെന്യാമിൻ നെതന്യാഹു അവിടുത്തെ ഭരണകൂടത്തിന്റെ ഒരു ഇടപെടലും അവരുടെ നിലപാടും ഒക്കെ എന്താണ് സ്റ്റീഫൻ? അവര് ശക്തമായ നിലപാട് തന്നെയാണ്. ശക്തമായി ഇവിടുന്ന് അങ്ങോട്ടും പ്രതിരോധിക്കുന്നുണ്ട്. ഇനിയും തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് അല്ലെ ആക്രമണം? അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ട രഞ്ജിത്തെ. ശരി, രാവിലെ ചാൻസ് ഇല്ലെന്നാണ്, കുറയാൻ ചാൻസ് ഇല്ലെന്നുള്ളതാണ് സിറ്റുവേഷൻ. എന്തായാലും രാവിലെയാണ്, ഉറക്കത്തിൽ നിന്നാണ് ഞാൻ വിളിച്ചുണർത്തിയത് സ്റ്റീഫൻ. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ. ഉറങ്ങിയിട്ടില്ല ഈ പ്രശ്നങ്ങൾ കാരണം അല്ലേ? അതെ അതെ. കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സൈറൻ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതാണ് കുറെ മെസ്സേജ് വരുന്നു, അലേർട്ട് ആയിരിക്കുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ആൾക്കാർ ഇങ്ങനെ പാനിക്കായിട്ടൊക്കെ പോകുന്നു. രാത്രി പ്രത്യേകിച്ച് ഈ പറഞ്ഞ സമയത്തായതുകൊണ്ടാണ് ജനങ്ങൾ കൂടുതലും പാനിക് ആയിരിക്കുന്നത്. കൂടുതലും ഇപ്പൊ സംഭവം നടന്നിരിക്കുന്നത് ടെലവിനടുത്തുള്ള ബാത്തിയാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
ഉം. പിന്നെ റഹോത്ത് അങ്ങനെ 2-3 സ്ഥലങ്ങളിലാണ് ഇപ്പം കൂടുതൽ പ്രശ്നമുണ്ട്. അതിൽ കുറെ പേരെ കാണാനില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ന്യൂസ് വരുന്നുണ്ട്. ആ. ഈ മലയാളികൾ ആ, ഉള്ള പിന്നെ ഇനിയിപ്പോ മേഖലകളിലൊക്കെ മലയാളികൾ ഒരുപാട് പേരുണ്ടല്ലോ, നമുക്കറിയാം, പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? അവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ സംസാരിക്കുന്നുണ്ടോ? ഇപ്പം നിലവിൽ ഈ നിമിഷം വരെയും ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയം വരെയും നിലവിൽ നമ്മുടെ മലയാളികൾക്കാർക്കും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. കാര്യം നമുക്ക് വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്, അതിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉം. ആ, ഇതുവരെയും ആർക്കും അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. ഇല്ല. അപ്പം ഒരു കാര്യം കൂടി, വീട്ടിലെ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടോ? അവരൊക്കെ ഇവിടെ കേരളത്തിലും ചില പരിഭ്രാന്തികളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ അവിടെ ഉണ്ടല്ലോ. അതെ അതെ, ഇവിടെ ഈ അടുത്ത സമയത്താണ് കൂടുതലും മലയാളികൾ ഇവിടെ ഒരുപാട് ജോലികൾക്ക് വന്നുകൊണ്ടിരിക്കും. ഉം. ഇസ്രായേൽ എന്ന ഒരുപാട് രാജ്യം ജോലികൾക്ക് ഇപ്പം മലയാളികൾ ഒരുപാട് പേര് ഇവിടെ ഇപ്പം വന്നിട്ടുണ്ട് ഈ അടുത്ത സമയത്തെ. വന്നിട്ടുണ്ട് അല്ലേ? ഇത്രയധികം പ്രശ്നം നടന്നിട്ടും വന്നത് ഈ ആ രാജ്യത്തോടുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ടാണ്. അതായത് ഇതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ കെയർ ഗീവർ സെക്ടറിൽ മാത്രമേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഉം. പക്ഷെ ഈ അടുത്ത സമയത്താണ്, അതായത് ഗാസയുമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായ സമയത്താണ് ഉം. ഗാസയിൽ നിന്നുള്ള മൊത്തം ആൾക്കാരെ ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കൺസ്ട്രക്ഷൻ, പിന്നെ ബാക്കിയുള്ള ടെക്നിക്കൽ, അതായത് വെൽഡിങ്, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഇതിൽ ഒരുപാട് ആൾക്കാർ ഈ അടുത്ത സമയത്ത് വന്നു. അത് ഗാസ യുദ്ധം തുടങ്ങിയതിന് ശേഷം രഞ്ജിത്ത് ഭയങ്കരമായിട്ട് എനിക്ക് ഇത് വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട് ഭയങ്കരമായിട്ട്, ആണോ? കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് ഈ ഡ്രോൺ ആക്രമണത്തിന്റെ. ആ ആ. അത് അല്പം ഭീതി ജനിപ്പിക്കുന്ന സാഹചര്യമാണല്ലോ സ്റ്റീഫൻ. അതെ അതെ, ഉം. ഏതായാലും ഇടയ്ക്ക് വിളിക്കാം കേട്ടോ. ആയിക്കോട്ടെ എന്തെങ്കിലും വിവരം ആയിക്കോട്ടെ, ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. സുരക്ഷിതമായി ഇരിക്കുക. നാട്ടിലുള്ള തീർച്ചയായിട്ടും. ബന്ധുക്കളുമായി സംസാരിക്കുക. അവരുടെ പരിഭ്രാന്തി കുറയ്ക്കുക. ശരി, നന്ദി സ്റ്റീഫൻ, നന്ദി. സ്റ്റീഫൻ എൻ്റെ ഓക്കെ രഞ്ജിത്ത്. സുഹൃത്ത് കൂടിയാണ്, എൻ്റെ കൂടെ പഠിച്ച ആൾ കൂടിയാണ് സ്റ്റീഫൻ. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച ആളുകൾ കൂടിയാണ് സ്റ്റീഫൻ. എന്തായാലും സ്റ്റീഫൻ അടക്കം ഒരുപാട് മലയാളികൾ അവിടെ ആശങ്കയിലാണ്. എല്ലാവരും സുരക്ഷിതരായി ഇരിക്കട്ടെ എന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മിഥുൻ, ഈ സാഹചര്യം കേട്ടല്ലോ. ഇസ്രായേൽ നേരത്തെ നമുക്കറിയാം ഗസയുമായി അല്ലെങ്കിൽ പലസ്തീനുമായി യുദ്ധത്തിലായിരുന്നു. അതിനേക്കാളും അതിരൂക്ഷമായ സാഹചര്യം ഫേസ് ചെയ്യുകയാണ് അവർ. രജിത്, തീർച്ചയായും ഇപ്പോൾ ഈ വടക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. തമ്ര, ഒപ്പം തന്നെ ഹൈഫ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വലിയ വ്യാപകമായിട്ടുള്ള ഡ്രോൺ ആക്രമണം നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിരവധി പേരെ കാണാനില്ല എന്നുള്ള വിവരങ്ങൾ കൂടി, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ബലിസ്റ്റിക് മിസൈലുകളൊക്കെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറാന്റെ ആക്രമണത്തിൽ നിരവധി ഇങ്ങനെ ഈ വ്യോമപ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ ജനവാസ മേഖലകളിലൊക്കെ ഈ മിസൈലുകൾ വന്ന് പതിക്കുന്ന കാഴ്ച, അങ്ങനെയാണ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും അതിൽ മരണപ്പെടുന്നവരുടെ എണ്ണം ഇപ്പം ആദ്യം ഒരാളുടെ മരണമായിരുന്നു സ്ഥിരീകരിച്ചതെങ്കിൽ അതിപ്പോൾ 8ആയി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ആശങ്കപ്പെടുത്തുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. ഇറാനിൽ നിന്ന് ഇത്രയും വലിയൊരു പ്രതിരോധം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പോലും കരുതി കാണില്ല. അത്രയും വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അത്തരത്തിൽ ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് ഇസ്രായേലിന് മേൽ ആക്രമണം നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ തെല്ലവീവിലും ജെറുസലേമിലും ഒപ്പം തന്നെ ഹൈഫയിൽ, തമ്ര അടക്കമുള്ള മേഖലകളിൽ വടക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ച്, സെൻട്രൽ ഇസ്രായേൽ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ ഈ സൈനിക കേന്ദ്രങ്ങൾ കൂടി ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇങ്ങനെ മൂർച്ഛിച്ചു വരുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. അങ്ങനെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം, നിരവധി പേർക്ക് വലിയ രീതിയിൽ സാരമായ പരിക്കേൽക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു. അതിനിടെയാണ് ലോകരാജ്യങ്ങളുടെ ഒരു രീതിയിൽ ഇത്തരത്തിൽ ഈ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വരുന്നുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇറാനുമായി യൂറോപ്യൻ യൂണിയൻ ഇത്തരത്തിലൊരു ചർച്ച നടത്തിയിരുന്നു. കാരണം ആ ചർച്ചയിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചതിൽ ഇറാൻ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഈ ആണവ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് ചില മൗനം തുടരുന്ന സാഹചര്യം, അതിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇറാൻ